नमस्कार। शिक्षक दरवाज़ा खोल सकते हैं लेकिन आपको स्वयं इसमें प्रवेश करना होगा. എന്താ ഞാൻ പറഞ്ഞതിലൂടെ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ എനിക്ക് വാതിലുകൾ നിങ്ങൾക്കായി തുറന്നു തരാൻ പറ്റും, അതിലേക്ക് പ്രവേശിക്കേണ്ടത് നിങ്ങളാണ്. ഓക്കെ, ഞാൻ എക്സാം പാറ്റേൺ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഉറപ്പായിട്ടും കാണുക. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോയാലോ. ഇന്ന് നമുക്ക് വിജ്ഞാപൻ ലേഖൻ പഠിക്കാം. വിജ്ഞാപൻ ലേഖൻ എന്ന് വെച്ചാൽ അഡ്വർടൈസ്മെൻറ്റ് എങ്ങനെ എഴുതാം, അതിലെന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ പഠനം. ഓക്കെ, വിജ്ഞാപനം എഴുതുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ, അത് ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കണം. ആകർഷക് ഹോനാ ചാഹിയെ. അതായത് നമ്മളാണെങ്കിലും ഏതെങ്കിലും ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ പോകുന്ന വഴിക്കാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ടി വിയിലാണെങ്കിൽ പോലും അത് ശ്രദ്ധിക്കണം എന്നുണ്ടെങ്കിൽ അത് അട്രാക്റ്റീവ് ആയിരിക്കണം, എന്നാൽ മാത്രമേ നമ്മളതിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുകയുള്ളൂ. സോ ഫസ്റ്റ് പോയിൻ്റ് ആണ് അട്രാക്റ്റഡ് ഹോന, അതായത് ആകർഷിത് ഹോന ചാഹിയെ. അഡ്വർടൈസ്മെൻറ്റ് എപ്പോഴും ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കണം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് എന്താണ്, പ്രഭാവശാലി ശബ്ദോമേ തോടെ ഹി ശബ്ദോമേ ബഹുത് സാരി ബാത്തേ കർണി ചാഹിയെ. അതായത് കുറച്ച് വേർഡ്സിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. അതായത് നീട്ടിപ്പരത്തി നമ്മൾ പാരഗ്രാഫൊന്നും അല്ല ഇതിൽ എഴുതേണ്ടത്, ഒറ്റ ലൈനോ 2 ലൈനോ ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ 2 ലൈനിലൂടെ നമ്മൾ പലതും പറയുന്നത് പോലെ ആയിരിക്കണം, ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കണം ആ 2 ലൈൻസ്. അതുപോലെ വേണം നമ്മളെപ്പോഴും അഡ്വർടൈസ്മെൻറ്റ് എഴുതാൻ. ദാറ്റ് ഈസ് ദ സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിലെന്തെങ്കിലും കോട്ടിങ്സ്, സ്ലോഗൻസ്, അതുപോലത്തെ എന്തെങ്കിലും ഒരു ഫ്രേസസ് അതിൽ ഉറപ്പായിട്ടും ഇൻക്ലൂഡ് ചെയ്യണം. ഈ 3 കാര്യങ്ങൾ, പിന്നെ ഒരു അട്രാക്റ്റീവായിട്ടൊരു പിക്ചർ, നിങ്ങൾക്ക് പറ്റുന്ന പോലെ. എല്ലാവരും വലിയ പടം വരക്കാരൊന്നുമല്ല, പക്ഷെ നമുക്കറിയാവുന്ന രീതിയിൽ എന്തെങ്കിലും നല്ല അട്രാക്റ്റീവായിട്ട് അതിലൊരു പിക്ചർ, എന്തിനെ ബേസ് ചെയ്താണോ നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ് എഴുതേണ്ടത്, വിജ്ഞാപനം എഴുതേണ്ടത്, അതിനെ ബേസ് ചെയ്ത് ഒരു പിക്ചറും കൂടെ നിങ്ങളതിൽ ഉൾപ്പെടുത്തുക. ഇത്രയും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റ് സൂപ്പർബാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അതെങ്ങനെയൊക്കെ എന്തൊക്കെ ടൈപ്പ് സ്ലോഗൻസ് നമുക്ക് ഉപയോഗിക്കാം എന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. അതായത് എനിക്ക് പണ്ട് സ്ട്രൈക്ക് ചെയ്ത ഒരു കോട്ടിംഗ് ആണ്, അതിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. കാരണം അത് അത്രയും അട്രാക്റ്റീവായിട്ടുള്ള വേർഡിങ്സ് ആയിരുന്നു. ഞാൻ നിങ്ങളുമായിട്ടും ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അത് ഓർമ്മയുണ്ടാവും, അറിയത്തില്ല. പണ്ടത്തെ ഒരു അഡ്വർടൈസ്മെൻ്റ് ആയിരുന്നു, ഒരു ഖടി ഡിറ്റർജൻറ്റ്, ഒരു ഡിറ്റർജൻറ്റിൻ്റെ കോട്ടിംഗ് ആയിരുന്നു. ആ പരസ്യത്തിൽ പറയുന്ന ഒരു വേർഡിംഗ് ആണ്, പെഹലെ ഇസ്തമാൽ കരു ഫിർ വിശ്വാസ് കരു. ഈ ഒരു കോട്ടിംഗ്, അതായത് ആദ്യം നിങ്ങളൊന്ന് ഉപയോഗിക്കൂ എന്നിട്ട് ഞങ്ങളെ വിശ്വസിക്കൂ എന്ന് പറയുന്ന ആ കോട്ടിംഗ് ഭയങ്കര അട്രാക്റ്റീവാണ്. നമുക്ക് ഈ ഒരു കോട്ടിംഗ് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഏത് പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നതിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ആവട്ടെ, അതിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു അടിപൊളി കോട്ടിംഗ് ആണ് പെഹലെ ഇസ്തമാൽ കരു ഫിർ വിശ്വാസ് കരു. ആ ഒറ്റ ലൈനിൽ ഒത്തിരി കാര്യങ്ങൾ അവർ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കൂ, എന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് അറിയാൻ പറ്റുള്ളൂ എന്നൊക്കെ നീട്ടി പരത്തി പറയുന്നതിലും ഒറ്റ ലൈനിൽ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെയാണ് ചൽത്താ ജായേ. ഒരു പേനയുടെയോ പെൻസിലിൻ്റെയോ ഒക്കെ പരസ്യത്തിൽ വരും, ചൽത്താ ജായേ റുക്കേ ന കഭി. അതായത് ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും, ഇതിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും, ഒരിക്കലും അത് നിൽക്കില്ല. അതത്രയും സ്മൂത്ത് ആയിട്ടുള്ള റൈറ്റിംഗ് ആണ്, പേനയുടെ ആവട്ടെ പെൻസിലിൻ്റെ ആവട്ടെ. അങ്ങനെയൊക്കെയുള്ള അട്രാക്റ്റീവായിട്ടുള്ള കോട്ടിങ്സ് എപ്പോഴും നിങ്ങളുടെ വിജ്ഞാപനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. അതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. പിന്നെ അതിൻ്റെ ഒരു പിക്ചർ, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നല്ലൊരു പിക്ചർ വരയ്ക്കണം. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഇപ്പോൾ സാനിറ്റൈസറിൻ്റെ പരസ്യമാണെങ്കിൽ ഏക് സുരക്ഷിത് ബൂന്ദ് ആപ്കോ ജീവൻ ദേ സക്താ ഹൈ. ഒരു തുള്ളി നിങ്ങൾക്ക് ജീവിതം തിരിച്ചു തന്നേക്കാം, ജീവിതം നിങ്ങൾക്ക് സുരക്ഷിതമാക്കി വെക്കാൻ പറ്റും എന്ന് പറയുന്ന രീതിയിൽ അങ്ങനത്തെ കുറച്ച് കോട്ടിങ്സ് എപ്പോഴും എക്സാമിന് പോകുന്നതിന് മുമ്പ് ഇതുപോലത്തെ കുറച്ച് കോട്ടിങ്സ് എപ്പോഴും മനസ്സിൽ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിജ്ഞാപൻ നല്ല അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. പിന്നെ നമുക്ക് വിജ്ഞാപൻ 2 രീതിയിൽ ചോദിക്കാം. അതായത് ഒന്ന്, നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രൊഡക്ട്സ്, അതായത് പെൻസിലാവട്ടെ, പേനയാവട്ടെ, ഐസ്ക്രീം ആവട്ടെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റ് നിങ്ങളോട് എഴുതാൻ ചോദിക്കാം. അതല്ല,
വേറൊരു രീതിയിൽ അഡ്വർടൈസ്മെൻറ്റ് ചോദിക്കാം. അതായത് എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ആണ്, ഒരു കവിയരങ്ങാണെന്ന് വയ്ക്കുക, കവി സമ്മേളനമാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിജ്ഞാപനം എങ്ങനെ എഴുതും? എല്ലാം എഴുതുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കോളം വേണം. ഓക്കെ, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടൊരു കോളം വരയ്ക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണോ നിങ്ങളുടെ പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റിനെ ബേസ് ചെയ്ത് ഒരു ഹെഡിങ്, വിഷയം എന്താണോ അത് എഴുതുക. നെക്സ്റ്റ് ലെഫ്റ്റ് സൈഡിലായിട്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡോ അത് നിങ്ങളുടെ അത് ക്രിയേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഒരു പടം വരച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വെക്കുക. എന്നിട്ട് അതിൻ്റെ കോട്ടിങ്സ് ഞാൻ പറഞ്ഞ പോലത്തെ വേർഡിങ്സ് ആഡ് ചെയ്യുക. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് മുഫ്ത്, അതായത് ഫ്രീ ആയിട്ട് ഇതിൻ്റെ കൂടെ ഏക് ഖരീദോക്ക് ദൂസറ ആപ്കോ മുഫ്ത് മിലേഗ അന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ആഡ് ചെയ്യണം. ഒന്ന് മേടിക്കുമ്പോൾ ഒന്ന് ബൈ 1 get 1 എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ ചെയ്യുമ്പോൾ ഒരു സ്റ്റാർ പോലെയൊക്കെ വരച്ചിട്ട് നടുക്ക് ബൈ 1 get 1 ഏക് കെ സാത്ത് ഏക് മുഫ്ത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാം. അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയാണ്, എത്രത്തോളം നന്നായിട്ട് നിങ്ങൾക്കൊരു വിജ്ഞാപൻ എഴുതാൻ പറ്റുന്നുണ്ടെന്നുള്ളത്. ഓക്കെ, ഈ പോയിൻറ്റ്സ് ഒക്കെ മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അറ്റ് ലാസ്റ്റ് ഒരു മൊബൈൽ നമ്പർ നിങ്ങൾക്ക് ഇതിൽ കോണ്ടാക്റ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മൊബൈൽ നമ്പറും കൊടുക്കുക. ഇതാണ് നോർമലി ഒരു പ്രൊഡക്ട്സിൻ്റെയൊക്കെ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ ചെയ്യുക. നെക്സ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രോഗ്രാമിൻ്റെ എന്തെങ്കിലും പ്രോഗ്രാംസിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ആണെങ്കിൽ ഒരു കവി പരിചയമാണെന്ന് വെക്കുക, ഒരു കവി സമ്മേളനമാണ്. അതിൻ്റെ ആണെങ്കിൽ ആ സംസ്ഥ പ്രോഗ്രാം ഏത് ഗ്രൂപ്പാണത് ഓർഗനൈസ് ചെയ്യുന്ന ആ ഗ്രൂപ്പിൻ്റെ പേര്, ഇപ്പം ഞാനൊരു എക്സാമ്പിളിന് പറയാം, സാഹിത്യ ലഹരി സംസ്ഥ ആയോജിത് കവി സമ്മേളൻ. അത് അങ്ങനെ എഴുതിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു കോളം വരച്ച് അത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ക്ലബിൻ്റെ പേര് എഴുതാം. ദെൻ ലെഫ്റ്റ് സൈഡിൽ ദിനാങ്ക്, ഡേറ്റ്, അതിൻ്റെ തൊട്ട് താഴെ ഇതെവിടെയാണോ ഈ പ്രോഗ്രാം നടക്കാൻ പോകുന്നത് അത് പ്ലേസ്, സ്ഥാൻ എന്നെഴുതിയിട്ട് അത് എഴുതാം. നെക്സ്റ്റ് आपका सादर आप सभी को सादर आमंत्रित करते हैं, എല്ലാവരെയും വെൽക്കം ചെയ്തു കൊള്ളുന്നു എന്നുള്ള ആ ഒരു ലൈൻ എഴുതാം. ദെൻ ഈ കവി സമ്മേളനത്തിൽ ഇന്ന കവിമാർ എക്സെട്ര എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് എന്നെഴുതിയിട്ട് ഇതാരാണോ ഈ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നത് ഭവതീയ അവരുടെ പേര്, താഴെ കോണ്ടാക്ട് സമ്പർക്ക് കരേ എന്ന് പറഞ്ഞിട്ട് അവരുടെ നമ്പറും കൊടുക്കുക. ഇത്ര എഴുതി കഴിഞ്ഞാൽ ഒരു ഏതെങ്കിലും പ്രോഗ്രാമിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ആവും. ഈ രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് ഈ കുറച്ച് ആദ്യത്തെ കുറച്ച് പോയിൻറ്റ്സ്, ഈ 3 കാര്യങ്ങൾ, ഏറ്റവും ആദ്യം 3 കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ് വിജ്ഞാപനം നല്ലതായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, നീറ്റ് ആൻഡ് ക്ലിയർ. പിന്നെ ക്രിയേറ്റിവിറ്റീസ് ഉള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയാക്കാൻ പറ്റും എന്നുള്ളതേ ഉള്ളൂ. ഈ കോളമൊക്കെ വരച്ച് പടങ്ങളൊക്കെ വരച്ച് ഇപ്പോൾ പറഞ്ഞ പോലെ മുഫ്ത് ഫ്രീ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ജസ്റ്റ് ഈ മുഫ്ത് മിലേഗ എന്ന് പറഞ്ഞ് പാരഗ്രാഫായിട്ടല്ലേ പോയിൻ്റ് ആയിട്ട് എഴുതിയാൽ ചിലപ്പോൾ അത് ശ്രദ്ധിച്ചെന്ന് വരത്തില്ല. അത് അട്രാക്റ്റീവ് ആക്കണമെങ്കിൽ ആ സ്റ്റാർ പോലെയൊക്കെ വരച്ചിട്ട് അതിൻ്റെ അകത്ത് മുഫ്ത് ഏക് കെ സാത്ത് ഏക് മുഫ്ത് ബൈ 1 get 1 എന്നുള്ളതൊക്കെ നിങ്ങൾ എത്രത്തോളം അട്രാക്റ്റീവ് ആക്കുന്നോ അത്രത്തോളം ഭംഗിയാവും നിങ്ങളുടെ വിജ്ഞാപൻ. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ ഞാൻ പറഞ്ഞു തന്ന പോയിൻറ്റ്സ് ഒക്കെ മനസ്സിൽ വെച്ച് കുറേ കോട്ടിങ്സ് ഒക്കെ പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിജ്ഞാപന ഫുൾ മാർക്സും സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതുപോലത്തെ അടുത്തൊരു അതായത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു നെക്സ്റ്റ് വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.